ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുജിത് ഓപ്ഷനാണ്, ഫിൻലാൻഡിൽ നിന്നാണ് ഗൈസ്. ഇപ്പം ഞാനുള്ളത് ഫിൻലാൻഡ് ലാസ്റ്റ് പോർട്ട് സൈഡാണ്. ഇവിടെ നിന്ന് എസ്റ്റോണിയക്കുള്ള ഷിപ്പുകൾ, ക്രൂസ് ഷിപ്പുകളൊക്കെ സഞ്ചരിക്കുന്ന ഒരു പ്ലേസാണ്. ഇന്ന് ക്ലൈമറ്റ് വളരെ നല്ലൊരു ക്ലൈമറ്റാണ് ഇന്നത്തെ. അതുകൊണ്ട് എല്ലാവരും കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് നമ്മുടെ പെരുന്നാൾ, പള്ളി പെരുന്നാൾ പോലെ കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളൂ വിൽക്കാനായിട്ട്. സമ്മർ ടൈമിലാണെങ്കിൽ കുറേ പേര് വരും, ഇപ്പോൾ കുറച്ച് പേരുള്ളൂ. അപ്പോൾ ഇതാണ് അന്തരീക്ഷം. കുറേ പേരുണ്ട്. ഷിപ്പുണ്ട്, ഷിപ്പ് ഹെൽസങ്കി, ഓഗ്ലോമാൻ, ഹെൽസോങ്കോസു. നല്ലൊരു പ്ലേസാണ്. ഇന്ന് ഫിൻലാൻഡിലുള്ള റൂമിലിരിക്കുന്ന ആളുകൾക്ക്, റൂമിൽ അതുപോലെ ഫാമിലിയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ വെതർ ശരിയില്ലാന്ന് പറഞ്ഞിട്ട് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ അത് ലൈവായിട്ട് കാണിച്ചു തരാണ്. ഇത് ഇന്നത്തെ ക്ലൈമറ്റ് വളരെ കൂൾ, വളരെ നൈസ് ക്ലൈമറ്റാണ്. അതായത് പ്ലസിലാണ് നിൽക്കുന്നത്. സ്നോയൊന്നുമില്ല, സ്നോ ഫോൾസൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കാണാം, ഇത് വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, വിൽ സീ ദെയർ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ സിറ്റിയാണ്, മൊത്തം സിറ്റിയാണ്. അങ്ങനെ കെട്ടിടങ്ങളൊക്കെ ഉയർന്നു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്. അവർ ട്രെയിനിൻ്റെ ട്രാക്ക് കൊണ്ടു അത് പോകുന്നുണ്ട്. ബസ് പോകും. ഇഷ്ടംപോലെ നല്ല സ്ഥലങ്ങളാണ് ഇവിടെ കാണാൻ, ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങളിങ്ങനെ നടന്ന് പോർട്ടിൻ്റെ സൈഡിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പോർട്ടിൻ്റെ സൈഡിലേക്ക് ഞങ്ങൾ എത്താറായി. അവിടെ നമ്മുടെ പള്ളി പെരുന്നാൾ പോലെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു മോതിരം വിൽക്കുന്ന ഒരാളെ കണ്ടു. നമ്മുടെ നാട്ടിൽ മോതിരം വിൽക്കുന്ന ആളുകളെ പോലെ തന്നെ അയാൾ ഷെൽഫ് ഉണ്ടാക്കി ഗ്ലാസ് ഇട്ടിട്ടുള്ള ഷെൽഫിൽ വെച്ചിരിക്കുകയാണ്. ആൾ ഫിൻലാൻഡുകാരനല്ല, പുറത്തേത് രാജ്യക്കാരനാണ്. എന്നാലും നല്ല ഐറ്റംസ് തന്നെയാണ് അവർ വിൽക്കുന്നത്. അതുപോലെ തൊട്ടപ്പുറത്ത് ഒരു ചേച്ചിയാണ്, ഫിൻലാൻഡ് ചേച്ചിയാണ് ഇരിക്കുന്നത്. അതിലും തുണികളാണ് കുറച്ച് വിൽക്കുന്നത്. നമ്മുടെ തണുപ്പിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട്, തണുപ്പിൻ്റെ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. കുറേ സാധനങ്ങളുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ, ചെറിയ ടോയ്സ് എല്ലാം ഉണ്ട്. അതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളാണ്, ഹാൻഡ് മെയ്ഡാണ്. ഒരുവിധം മിക്കവാറും ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് തന്നെയാണ് അവർ വെച്ചിട്ടുള്ളത്. അല്ലാതും അങ്ങനെ ഞാൻ നടന്ന് ഇനിയിപ്പോൾ പെറു എന്നുള്ള ഒരു ചേട്ടനെ കണ്ടു. അവിടെ പുള്ളിയുടെ കടയിൽ കയറി. ഹലോ, ഹൗ ആർ യു? Can I shoot something? Yeah. Where are you from? Peru. Yeah. This is, I think, it's original stuff, eh? Yeah. I'm from India. Nice to meet you, man. Nice to meet you. And this one is original. This one, like this one. All right. Oh. Okay, thank you very much. Thank you very much. Shop, my friend. Very good. Yep. അങ്ങനെ ആളുടെ അവിടെ നിന്ന് കഴിഞ്ഞു. അവിടുത്തെ കഴിഞ്ഞ് ഞാൻ നേരെ ആളുടെ സാധനങ്ങളും നല്ല ഒറിജിനൽ സാധനങ്ങൾ തന്നെയാണ്. അങ്ങനെ നീങ്ങി ഞാൻ അപ്പുറത്തെ ടെൻറ്റിലോട്ട് പോയി. അങ്ങനെ നിറയെ ടെൻറ്റുകൾ അടിച്ചിട്ടിട്ടുണ്ട്. ഇന്ന് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇന്ന് ടെൻറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. അവർ ഫുഡും ഒക്കെ കഴിക്കുന്ന ഒരു സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. ഫുഡ് ഇവിടെ എല്ലാതും കിട്ടും. ഭക്ഷണം, ബർഗർ, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കിട്ടും. നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളൊന്നും നമുക്കവിടെ ലഭ്യമല്ല. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടുന്നതാണ്. ഞാനപ്പോൾ അടുത്ത ഒരു ഷോപ്പിലോട്ട് പോയി. പോർട്ടബിൾ ഷോപ്പാണ് എല്ലാതും ഇവിടെ ഉള്ളത്. നല്ല ഒറിജിനൽ ഇതാണ്, തോലാണ്. എല്ലാതും മാനിൻ്റെ ആണ്. അത് എല്ലാതും നല്ല ഒറിജിനലാണ്. പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാതെ നമ്മൾ ഒറിജിനലാണോ എന്നുള്ളത്. കറക്റ്റ് ഒറിജിനൽ തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ ഓരോ ഇതുകൾ കാണാം, ഫുഡ് ഇതുകൾ കാണാം. Oh, it's a painting stuff, eh?
Yeah, it's for me. I am artist. You made this ones. Yeah, it's my Instagram. All right. Very good. It looks nice, huh? It's so unique. And the collection name. Where are you Aurora. from? I'm from Russia, Russia. Russia. but I live in Finland. Live in 20 Finland. years. 20 years now. 20. Very good, very good. It's And I nice. painted most of the year. I Alright. do miniature art. So you know language, both language, like Finnish language, French. French language. French, And English, but not Not so much. We are All right. Okay, nice. Very good, very good. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നടന്ന് നീങ്ങി, വേറെ ഷോപ്പിലോട്ട് നടന്ന് നീങ്ങി. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഹാൻഡ് മെയ്ഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. കുറേ പേര് വാങ്ങിക്കാനുണ്ട്, കുറേ പേര് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ അപ്പുറത്തെ സൈഡിലൂടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. ഇതും തുകല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. Sorry, I just shoot അതിൻ്റെ ഒരു little തൊപ്പിയുടെ videos. റേറ്റ് ആണ് If you don't mind, €390 ആണ്. 320 euro ആണ് പ്രൈസ്. I think this all originals, eh? Yeah. Very good. Yeah. And where are you from? From here, from Finland. Oh, yes, okay, Yes, very good. So where you get this stuff? We buy from farmers. Farmers. So you making here or in Finland, or are you you brought it from somewhere else? We are making also in Greece. All right, Well, my father is Greek, all right. and we make. But the Can I shoot your face? No. Yeah. Yeah. Okay. Can you explain me, please? Sorry. Can you explain me how you make this stuff? We have a family business. My All right. father is the main maker, and we have a small workshop here in Finland. In Finland, which place? Which city you're living? Here in Helsinki. What? Nice. Yeah. That's good. You have nice stuff, eh? Thank you. Very nice stuff. Okay. Thank you for this videos. No problem. Okay, right. Thank you. I just explore this. You're going flying around the world. Okay, right. Ciao. അങ്ങനെ അത് കഴിഞ്ഞു. അവിടെ നടന്ന് ഈ നല്ലൊരു ഫാമിലിയാണ് ചെയ്യുന്നത്. അവരുടെ ഫാദറുടെ ബിസിനസ്സാണ്. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരിക്കൽ കൂടി ഇത് ഞാൻ നിൽക്കുന്നത് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്താണ്. ഇപ്പോൾ ഹെൽസിങ്കി ഏരിയ, ഇത് പോർട്ട് സൈഡാണ്. ഇവിടെ ഹോട്ട് വാട്ടറിൽ കുളിക്കാനായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് അലൗഡ് ഇല്ല, അങ്ങോട്ട് പോകാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ദൂരെ ഒന്ന് കാണിക്കണം. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, വലിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ ആ റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവിടെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നവർക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ പ്ലേസ് ആണ് ഇത്. പ്ലസ് ആയി നിൽക്കുന്ന സമയത്തൊക്കെ ഇങ്ങോട്ട് വന്ന് ഫാമിലിക്കായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ്. ഓക്കെ ഗൈസ്, ബൈ. അങ്ങനെ റെസ്റ്റോറൻറ്റിലെ കാഴ്ചകൾ കഴിഞ്ഞു. അതിൻ്റെ അപ്പുറത്തൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ ഇതിൽ നടക്കുമ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് നിറയെ താക്കോലിട്ട് പൂട്ടിരിക്കുകയാണ്. ഏതാണ് നമ്മുടെ അവിടുത്തെ യക്ഷികളെ വെച്ച് പൂട്ടുന്ന പോലെ നമ്മുടെ ഈ ആൽത്തറയമൊക്കെ ഉള്ള വെച്ചിട്ട് കാണുന്നില്ലേ, ആലുമൊക്കെ മരത്തുമൊക്കെ കാണുന്ന പോലെ പൂട്ടിരിക്കുകയാണ്. മൊത്തം താക്കോലാണ്. എന്താണെന്നൊരു പിടുത്തില്ല. ഞാൻ ആരോടും ചോദിക്കാനും ഒരാളും കിട്ടിയില്ല അവിടെ. ഇനി ചോദിച്ച് മനസ്സിലാക്കായിരുന്നു. മൊത്തം പൂട്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത് ആ ഒരു പാലത്തുനിന്ന്. അത് ഞാനിങ്ങനെ നടന്ന് നീങ്ങി ഉണ്ടോ, നിറയെ പൂട്ടാണ്, നിറയെ പൂട്ട് വെച്ചിരിക്കുകയാണ്. അതാണ് റെസ്റ്റോറൻറ്റ് നിങ്ങൾ കാണുന്നത്. അവിടെ എല്ലാത്തിനും കളിക്കാനും കുളിക്കാനും കുട്ടികളെ കൊണ്ട് ഫാമിലീസിനെ കൊണ്ട് അവിടെ ഇരിക്കാനും ഒക്കെ എല്ലാത്തിനും സൗകര്യമുണ്ട്. പിന്നെ ഇത് ഷിപ്പാണ്, ചെറിയ ഷിപ്പാണ്. നിങ്ങൾക്ക് ഇത് വെറുതെ അവിടെ റൗണ്ടൊക്കെ അങ്ങനെ ചെയ്ത് കൊണ്ട് വരും. അതുപോലെ അതിൻ്റെ റേറ്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പാർട്ടി ക്രൂയിസ് എന്ന് പറഞ്ഞിട്ട് സൺലെസൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് നടത്തുന്നത്. അത് കണ്ടോ, കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. €25, €25 ടിക്കറ്റ് അഡൽസിനായിരുന്നു തോന്നുന്നു. അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഒരു പ്രാവ് പോണ കണ്ടു. ഇവിടെ കുറേ പ്രാവുകളുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ
നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഇന്ന്. കാരണം ഒട്ടും മഞ്ഞില്ല. ഒരു മഞ്ഞ് പോലും നിലത്തില്ല. എല്ലാം അലിഞ്ഞു പോയി പ്ലസ് ആയതുകൊണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വിട്ടു. ഇനി എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ്. ഇത് പാർക്കിംഗ് പ്ലേസ് ആണ്. അപ്പോൾ ഞാൻ പാർക്കിംഗ് പ്ലേസിലേക്ക് വന്നു. പാർക്കിംഗ് പ്ലേസ് അവിടെ തുറന്നില്ല ഡോറ്. ശരി, അപ്പോൾ എനിക്ക് തുറക്കണമെങ്കിൽ അവിടെ കമ്പ്യൂട്ടറിൽ കാണിച്ചിരിക്കുന്ന അതിൽ നമ്മുടെ വണ്ടിയുടെ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷമാണ് നമുക്കത് തുറന്നു തരുള്ളൂ. അങ്ങനെ യൂറോ പാർക്ക് അതിലേക്ക് കയറി ഞങ്ങൾ. ഒരു ടണലാണ്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഉള്ളിൽ മൊത്തം നാച്ചുറലായിട്ട് ചെയ്തിരിക്കുകയാണ്. അല്ലാതും കംപ്ലീറ്റ് മണ്ണാണ്, കംപ്ലീറ്റ് ഇതാണ്, സ്റ്റോണാണ്, കംപ്ലീറ്റ് സ്റ്റോൺ. അത് തുറന്ന് ഇത് ചെയ്തിരിക്കുകയാണ്. അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട്. അത് ഒറിജിനാലിറ്റി പോലെ തന്നെയാണ്. ഇടയിൽ ചെറിയ വെള്ളമൊക്കെ ഒലിച്ചു വരുന്നിട്ടുള്ള പാടുകളൊക്കെ കാണുന്നുണ്ട്. പാറക്കല്ല് തന്നെയാണല്ലോ അതും. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞങ്ങളപ്പോൾ വണ്ടിയുടെ അടുത്തേക്ക് പോകണം. ഇനി പാർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. പാർക്കിംഗ് നമ്മൾ ലീവ് ചെയ്യുമ്പോൾ ഇവിടുന്ന് അതിൻ്റെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ അടിക്കുക. അതിൽ വണ്ടിയുടെ നമ്പർ, പ്ലേറ്റ് നമ്പർ ഫുൾ അടിക്കുക. ഫുൾ നമ്പർ, പ്ലേറ്റ് നമ്പർ ആൻഡ് നമ്പർ ഓൾസോ. എന്നിട്ട് അതിന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരും. ഫ്യൂച്ചർ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് ചോദിക്കുന്നത് നോ താങ്ക്സ്. കാരണം നമ്മളെപ്പോഴും വരുന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ കാർഡ് പഞ്ച് ചെയ്യുക. കാർഡ് വൈഫൈ ആക്റ്റീവാക്കി നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളാക്കി. ഇനി വരുന്നത് പ്രിൻ്റ് ഔട്ട് വേണോ അതോ മെയിലിലേക്ക് വേണോ എന്നുള്ളതാണ്. മെയിൽ അടിച്ചപ്പോൾ എൻ്റെ നമ്പർ എനിക്ക് കാണാപ്പെടാൻ അറിയില്ല. അപ്പോൾ അത് കാരണം ഞാൻ റിട്ടേൺ ബാക്ക് പോയിട്ട് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തു. അപ്പോൾ ഇതാണ് പല സ്ഥലങ്ങളിലും പല സിസ്റ്റമാണ് ഇവിടെ കാർ പാർക്കിങ്ങിൻ്റെ സിസ്റ്റംസ്. അത് നമ്മൾ സിറ്റിയിൽ കുറേ ടൈം നമ്മളോട് വന്ന് പരിചയമായി മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളിതിനെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ വരെ തന്നെ ചെയ്യണം. വീഡിയോ എൻ്റെ ആവാറായി. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഗൈസ്.